അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞങ്ങൾ സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ അടുത്തുള്ള വളരെ പ്രസിദ്ധമായ പെരുമറ്റം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിലേക്കാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ മക്ബറയിലേക്ക് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. എറണാകുളം ജില്ലയിലെ കിഴക്കൻ പ്രദേശമായ മൂവാറ്റുപുഴയിൽ നിന്നും കോതമംഗലത്തേക്ക് പോകുന്ന വഴി മധ്യേയാണ് പെരുമറ്റം. പ്രകൃതി ഭംഗിയാർന്ന ഈ നാട്ടിൽ തലയെടുപ്പോടെ നിൽക്കുന്ന പെരുമറ്റം ജുമുഅത്ത് പള്ളിയുടെ മുമ്പിലാണ് മഹാനായ പെരുമറ്റം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. അനേകം കറാമത്തുകളാൽ ശ്രദ്ധേയമായ പെരുമറ്റം മക്കാമിൽ ഒട്ടനവധി പേരാണ് നിരന്തരം സിയാറത്തിന് എത്തുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാന് മഹാനായ പെരുമറ്റം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ കുറിച്ച് മക്കാമിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദിനോടും അതുപോലെ തന്നെ നാട്ടിൽ ഈ മഹാനെ കുറിച്ച് അല്ലെങ്കിൽ ഈ മക്കാമിനെ കുറിച്ചൊക്കെ അറിയുന്ന 1-2 ആളുകളോടുമൊക്കെ ഈ മഹാനെ കുറിച്ച് അന്വേഷിച്ച് അവരിൽ നിന്ന് ലഭിച്ച ഒരു വിവരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. മഹാനവറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വരാനൊരു കാരണമുണ്ടായിരുന്നു. ഈ നാട്ടുകാരനായ ഒരു നാട്ടുപ്രമാണി, അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു അസുഖം പിടിക്കുന്നു. ഒരുപാട് ഡോക്ടർമാരെയും മറ്റു വൈദ്യന്മാരെയും ഒക്കെ കാണിച്ചു, ചികിത്സിച്ചു. യാതൊരു ഭേദവുമില്ല, ഒരു കുറവുമില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെയാണ് ഇന്നാലിന്ന സ്ഥലത്തൊരാളുണ്ട് എന്ന് അറിയുകയും അങ്ങനെ ഈ മഹാനെ കുറിച്ച് വിവരം ലഭിച്ച് മഹാനവറുകളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യാണ്. അപ്പോൾ മഹാനവറുകൾ ക്ഷണിക്കാൻ പോയി. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ വന്നു. ഇവിടെ എത്തുന്നതിൻ്റെ അല്പം മുമ്പായിട്ട് ചിറക്കൽ തൈക്കാവ് കടവിലെത്തിയപ്പോൾ ഈ രോഗിയായി കിടക്കുന്ന സ്ത്രീ ഒരു പല ഘട്ടങ്ങളിലും ഒരു വിവസ്ത്രയായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു മാനസികപരമായിട്ട് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പെട്ടെന്ന് എനിക്ക് ഡ്രസ്സ് വേണം, ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നൊക്കെ ഈ സ്ത്രീ മുൻകൂട്ടിയിട്ട് പറയാണ്. അപ്പോൾ മഹാനവറുകൾ കുറച്ചപ്പുറം ആ കടവിൽ എത്തിയിട്ടുള്ളൂ. അങ്ങനെ മഹാനായ പെരുമറ്റം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ ഇവിടേക്ക് വരികയും ഈ സ്ത്രീക്ക് ആവശ്യമായ ചികിത്സകൾ പറഞ്ഞു കൊടുക്കുകയും അതൊക്കെ ചെയ്തു കൊടുക്കുകയും അൽഹംദുലില്ലാഹ് ആ സ്ത്രീക്ക് രോഗം പരിപൂർണമായിട്ട് സുഖം ലഭിക്കുകയും ചെയ്തു. ആ ഒരു സന്തോഷത്തിലാണ് പിന്നെ ഈ നാട്ടുപ്രമാണിയായ ഈ മനുഷ്യൻ ഇദ്ദേഹത്തോട്, ഈ മഹാനവറുകളോട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കിവിടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടം വേണം. എൻ്റെ കൂടെ 40 പേരുണ്ട്. ആ 40 പേർക്കും ഇവിടെ താമസിക്കാനുള്ള ഒരു ഇടം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവണം എന്നുള്ള നിലക്ക് മഹാനവറുകൾ ആവശ്യപ്പെടുകയും അവർക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെയും ഈ നാട്ടുപ്രമാണി മഹാനവറുകൾക്ക് ഹദിയയായിട്ട് ദാനം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പണ്ട് ഇവിടെ ഒരു ചെറിയ പള്ളിയായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ വളരെ വിശാലമായ പള്ളിയാണ്. ഇപ്പോൾ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അന്ന് ഖബർസ്ഥാനും പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു പണ്ടത്തെ പള്ളി. ഈ പള്ളി ഇപ്പോൾ നിൽക്കുന്ന ഭാഗം ഇവിടെ ഖബർസ്ഥാനായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ മഹാനവറുകളുടെ ഖബർ ഈ പള്ളിയുടെ ഈ ചാരത്തായിട്ട് പള്ളിയുടെ ഉള്ളിലായിട്ട് വരാനുള്ള കാരണം. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ മഹാനവറുകളെ ഇവിടെ വന്ന് മഷ്ഹൂറാകുകയും ആളുകളൊക്കെ മഹാനവറുകളെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സവിധത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തു. അങ്ങനെ കറാമത്ത് കൊണ്ട് പ്രശസ്തി നേടിയ, കറാമത്ത് കൊണ്ട് പ്രശസ്തി ആർജിച്ച ഒരു വലിയ മഹാനാണ് പെരുമറ്റം വലിയുല്ലാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാൻ. ഈ പള്ളിയുടെ ഇപ്പോൾ പള്ളി വിശാലമാക്കിയതാണ്. ഈ പള്ളിയുടെ പല ഭാഗങ്ങളിലായിട്ട് പള്ളിക്കടിയിലായിട്ട് പല മഹാന്മാരുടെയും തങ്ങന്മാരുടെയൊക്കെ ഖബറുകൾ ഉണ്ട് എന്ന് ഇവിടുന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. ഈ പള്ളി ഫില്ലറിട്ട് പൊക്കിയതാണ്. ഇതിൻ്റെ താഴത്ത് ഖബറുകളുണ്ട്. ഇവിടെയൊക്കെ പല ദേശത്തു നിന്നും പല ഭാഗത്തു നിന്നൊക്കെ പലരും ഇവിടെ വന്നിട്ടൊക്കെ ഈ പള്ളിക്ക് ഈ അടിയിലുള്ള ഈ മക്കാമുകളൊക്കെ സിയാറത്ത് ചെയ്യാറുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോൾ വലിയ മഹത്വമുള്ള മഹാന്മാരായ പല ആളുകളും ഈ പള്ളിയുടെ ചുറ്റുമായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏകദേശം 600 വർഷങ്ങൾക്കൊക്കെ മുമ്പേ നടന്ന ഒരു സംഭവമാണ് ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ. അത്രയും പഴക്കമുണ്ട് ഈ മഹാനവറുകൾ ഇവിടെ വന്ന സംഭവത്തിനൊക്കെ. പിന്നെ ധാരാളം ആളുകൾ ഇവിടെ സിയാറത്തിന് വരുന്നുണ്ട്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. ഓരോരുത്തർ ഇങ്ങനെ വരുന്നതും നേർച്ചകൾ കൊടുക്കുന്നതും ദുആ ചെയ്യുന്നതും സിയാറത്ത് ചെയ്യുന്നതും ഒക്കെ കാഴ്ചകൾ. കാരണം വലിയ ഫലാണ്, നേർച്ചകൾക്കൊക്കെ വലിയ ഫലാണ്. പ്രത്യേകിച്ച് ഇവിടെ നേർച്ച കൊടുക്കാറുള്ളത്, ഇവിടെ ഉസ്താദ് പറഞ്ഞത് മങ്കൂസ് മൗലിദ് ചൊല്ലാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കാറുണ്ട്. ഇവിടെ മങ്കൂസ് മൗലിദ് ചൊല്ലാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കും.
അങ്ങനെയാണ് ഇവിടുത്തെ സാധാരണ ഒരു നേർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലെ ആളുകൾ അതിൻ്റെ നേർച്ചയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് ഇവിടെ കൊടുത്ത് ഏൽപ്പിക്കുകയും മങ്കൂസ് മൗലൂദ് ഓതാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കി പോകുന്ന കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അൽഹംദുലില്ലാ. അപ്പോൾ അത്തരത്തിൽ കറാമത്ത് കൊണ്ട് പ്രശസ്തി നേടിയ, കറാമത്ത് കൊണ്ട് അറിയപ്പെട്ട വലിയ മഹാനാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ് മഹാനായ പെരുമറ്റം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ്. മഹാന്മാരെ സിയാറത്ത് ചെയ്യാനും മഹാന്മാരെ സന്ദർശിക്കാനും ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സവിധത്തിലേക്ക് എത്താനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, കൊതിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും ഒരല്പസമയമെങ്കിലും ഇവിടുത്തെ ഹദറത്തിലിരിക്കാനൊക്കെ ശ്രമിക്കണം. അള്ളാഹു തആല അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മൾ ഓതിയ ഖുർആൻ ഷരീഫിൻ്റെ വചനങ്ങൾ, അതിൻ്റെ മിഥില് ഇവിടുത്തെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇവിടുത്തെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ ഓരോ യാത്രകൾക്കും വേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, സാമ്പത്തികമായ നല്ല വാക്കുകൾ പറഞ്ഞിട്ടും അതുപോലെ തന്നെ മഹാന്മാരുടെ ചരിത്രങ്ങളും മഹാന്മാരെ പരിചയപ്പെടുത്തി തന്നിട്ടൊക്കെ നമ്മെ സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും നമ്മൾ ഏതെല്ലാം മഖാമിൽ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ടുണ്ടോ ആ മഹാന്മാരുടെയൊക്കെ കാവലും പൊരുത്തവും സഹായവും സംരക്ഷണവും തിരുനോട്ടവും ഒക്കെ അല്ലാഹു തആല അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു പ്രയാസത്തിലോ വിഷമത്തിലോ ബുദ്ധിമുട്ടിലോ വലിയ വലിയ രോഗങ്ങളിലോ അല്ലാഹു തആല അവരെ പെടുത്താതിരിക്കട്ടെ. അവരുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. മഹാന്മാരോടുള്ള ഹുബ്ബ് കാരണം ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും രക്ഷപ്പെടാൻ അവർക്കും നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പല ആളുകളും പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. മക്കളില്ലാത്ത ആളുകൾ, അല്ലാഹുവേ ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഉസ്താദേ വീടില്ല എന്ന് പറഞ്ഞ് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും നല്ല ബറക്കത്തുള്ള ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹുവേ നല്ല ബറക്കത്തുള്ള ഹൈറായ ജോലി നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പല വഴികളും മുട്ടി കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അവരുടെ കടങ്ങളൊക്കെയും എത്രയും പെട്ടെന്ന് വീട്ടി തീർക്കാനുള്ള വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. അതുപോലെ തന്നെ വലിയ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഒക്കെ കഴിയുന്ന ധാരാളം മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെയും നിന്റെ ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന മഹാനായ പെരുമറ്റം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് അവിടുത്തെ കറാമത്ത് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ആജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. താമായ സലാമത്ത് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് മഹാന്മാരുടെ സവിധത്തിലേക്ക് എത്താനും ആ മഹാന്മാരെയൊക്കെ നിന്റെ മുഅ്മിനീങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പരിശുദ്ധ ഹജ്ജും ഉംറയും മറ്റു സിയാറകളുമൊക്കെ ധാരാളം തവണ നിർവഹിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തിരുവചനം ഉച്ചത്തിൽ ഉച്ചരിച്ച് ഹബീബായ തങ്ങളെ കണ്ട് മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങളെ കണ്ട് അവരുടെയൊക്കെ സവിധത്തിൽ വെച്ചുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്.